ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് ബ്രാൻഡിലേക്ക് സ്വാഗതം. ഞാനിത് മാസം 25-ാം തീയതി ഒരു നെല്ലിക്ക ടോണിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നതാണ്. അപ്പോൾ ഇത് ഇന്നേക്ക് നോക്കുമ്പോൾ 40 ദിവസം ആയിരിക്കുന്നു. അപ്പം നമ്മൾ ടോണിക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിന് ഫുള്ളായിട്ട് നെല്ലിക്ക ഇട്ട് വെച്ചിരുന്നതാണ്. നെല്ലിക്കെല്ലാം നീരെല്ലാം ഇറങ്ങി അതിൻ്റെ ജ്യൂസ് മാത്രമായി നിൽക്കുകയാണ്. നമ്മൾ നല്ല ഒറിജിനൽ ടോണിക്കാണ്, നെല്ലിക്കയുടെ ടോണിക്കാണ്. അപ്പം നമുക്കത് തുറന്നു നോക്കാം. തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം നെല്ലിക്ക എല്ലാം നീരെല്ലാം ആയി. ഇത് വലിയ നെല്ലിക്കയായിരുന്നു. അപ്പം ഇതിന് കൂടുതൽ നീര്. അപ്പം നാടൻ നെല്ലിക്കയാണെങ്കിൽ ഇത്രയും നീര് നമുക്ക് കിട്ടൂല. ഞാൻ 1 കിലോ നെല്ലിക്ക എടുത്തു. 1/2 കിലോ ശർക്കരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരു 5 ഏലക്ക ഒന്ന് ചേർത്തിരുന്നു. അപ്പം ഇതിന് നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്ത് വയ്ക്കാം. എനിക്ക് ഞാൻ ഇതിലോട്ട് തട്ടയാണ്. അപ്പം നമുക്ക് 1 കിലോ നെല്ലിക്കയും 1/2 കിലോ ശർക്കര ഇട്ടപ്പോൾ ഇത്രയും ടോണിക്ക് നെല്ലിക്കൻ ടോണിക്കാണ്. ഇത് ഒറിജിനലാണ്. ഇത് ഇത്ര നല്ല കുഞ്ഞുങ്ങൾക്ക്, വലിയവർക്കായാലും വിശപ്പില്ലാത്തവർക്ക് രാവിലെയും വൈകുന്നേരവും വലിയ 1 ടേബിൾ സ്പൂണ് കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മൾ വിശക്കണമെന്ന് ചോദിക്കേണ്ട, അവർ വിശക്കണം എന്ന് പറഞ്ഞ് നമ്മളിന്ന് വാങ്ങി കഴിച്ചോളും. അത്രയ്ക്ക് നല്ലൊരു ബെറ്ററാണ്. പക്ഷേ ഇത് പ്ലാസ്റ്റിക്കിലൊന്നും ഇടരുത്. ഇത് ഞാൻ പൊട്ടണ ഗ്ലാസ് കുപ്പിയിലാണ് ഞാൻ ഇത് ഇട്ട് വെച്ചിരുന്നതും. ഇത് രണ്ടും ഗ്ലാസിൻ്റെ കുപ്പിയാണ്. അപ്പം നമ്മൾ ഗ്ലാസ് കുപ്പിയിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലും ഇടാം. അതിനേക്കാളും ബെറ്റർ ഇത് പൊട്ടുന്ന കുപ്പിയിലിടുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ടോണിക്ക് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ. അപ്പം ഞാൻ എൻ്റെ മോൻ്റെ കുഞ്ഞാണിത്, അവന് തന്നെയാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യണേ. അവർക്ക് ഇത് ഇഷ്ടപ്പെട്ട് ഇതിനി നമ്മൾ ചെറിയ ബോട്ടിലുകളിലാക്കി വെക്കുക, അല്ലെങ്കിൽ 2-3 ബോട്ടിലാക്കി വെക്കണം. ഇതിപ്പോൾ അത്രയും നമ്മൾ ഉപയോഗിക്കില്ല. നമ്മുടെ അടുത്തുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഞങ്ങളുടെ ഇവിടെ ഒരു ടീച്ചറുണ്ട്, ടീച്ചറിൻ്റെ കൊച്ചുമോനാണ് ഒന്നും കഴിക്കാത്തത്. അപ്പം അവന് ഞാൻ ഇതിൽ നിന്ന് കൊടുക്കും. അപ്പം നമുക്ക് നല്ല ടോണിക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നെല്ലിക്കയുടെ ടോണിക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ ചെയ്യാം. ഇതിൽ ജോലിയൊന്നുമില്ല. നെല്ലിക്ക ഒന്ന് കഴുകി തുടച്ച് നല്ല ഉണക്കി എടുക്കണ പാട് മാത്രമേ ഉള്ളൂ. ഉണക്കാന്ന് പറഞ്ഞാൽ വെള്ളം ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമുക്ക് കുപ്പിക്കകത്തിട്ട് ശർക്കര ഇങ്ങനെ ശർക്കര ഇടുക, പിന്നെ നെല്ലിക്ക ഇട്ട് കൊടുക്കുക, വീണ്ടും അങ്ങനെ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുത്ത് അടച്ച് 40 ദിവസം ഇതേപോലെ വെച്ചിരുന്നാൽ നമുക്ക് നല്ല ഫ്രഷ് ടോണിക്ക് കിട്ടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.